ബി.ജെ.പി. പ്രവർത്തകർക്കെതിരായ പണപ്പിരിവ് പരാതിയിൽ പമ്പ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വൻതുക പിരിവ് ചോദിച്ച് പമ്പ ക്ലോക്ക് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. സി.കെ. അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, വലിയ പ്രശ്നമായിരുന്നു ഈ ക്ലോക്ക് റൂം നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകരുടെ ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? എന്താണ് അതിൽ പറയുന്നത്? വിവരങ്ങൾ. ബി.ജെ.പി. റാന്നി മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറിയും പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അരുൺ അനിരുദ്ധൻ എന്നിവർക്കെതിരെയാണ് കരാറുകാരൻ റാന്നി സ്വദേശി പോലീസിനെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന ആളുകൾ എന്നുള്ള തരത്തിലാണ് ആദ്യഘട്ടത്തിൽ എഫ്ഐആറിൽ വിവരങ്ങൾ ചേർത്തിട്ടുള്ളത്. എങ്കിൽ പോലും വൈകാതെ സന്തോഷിനെയും അതോടൊപ്പം തന്നെ അരുൺ അനിരുദ്ധനെയും പ്രതിപട്ടികയിലേക്ക് ചേർക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. 2 നാൾ മുൻപായിരുന്നു പരാതിക്ക് അടിസ്ഥാനമായ സംഭവം ഉണ്ടാകുന്നത്. ക്ലോക്ക് റൂമിൽ ഒരു ദിവസത്തേക്ക് സാധനം സൂക്ഷിക്കുന്നതിന് 30 രൂപ ആണ് നിരക്ക് എന്ന് ഇരിക്കെ 60 രൂപ ഭക്തരിൽ നിന്നും വാങ്ങുന്നു എന്ന് പ്രചരിപ്പിക്കുകയും അതിന് അനുബന്ധമായ ചില ദൃശ്യങ്ങൾ കൂടി മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് അധികം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ബി.ജെ.പി. പ്രവർത്തകർ. എന്നാൽ ഇതിന് ആധാരമായ വസ്തുതയായി കരാറുകാരൻ വിവരിക്കുന്നത് മറ്റൊരു സംഭവമാണ്. 25,000 രൂപ സംഭാവന ചോദിച്ചുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകർ തന്നെ സമീപിച്ചുവെന്നും പിന്നീട് അത് 15,000 രൂപയായി കുറച്ചുകൊണ്ടും ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്നുള്ള പ്രതികാര നടപടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പിന്നിൽ എന്നുള്ളതാണ് കരാറുകാരൻ പറയുന്നത്. ഈ വിഷയം മുൻനിർത്തി തന്നെ ഭീഷണിപ്പെടുത്തുകയും അടിസ്ഥാനരഹിതമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അയാൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ്. സി.കെ. അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.